വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. സാധാരണ നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന ഒരു സൂറത്തിൽ കുറേ ആളുകൾക്ക് തെറ്റുവരുന്ന ഒരു ഭാഗം പറഞ്ഞു തരാം. എന്താ അറിയോ? 2 രൂപത്തിലാണ് അവിടെ തെറ്റുവരാറുള്ളത്. സൂറത്ത് നമുക്കൊക്കെ അറിയാം, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലേ? അതിൻ്റെ അവസാനമുണ്ട് വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. വസ്തഗ്ഫിർഹു ഇന്നഹു, ഒന്ന് റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ച് വസ്തഗ്ഫിർ എന്ന് പറയണം, വസ്തഗ്ഫിറു എന്ന് പറയരുത്. പിന്നെയോ ചേർത്തി ഓതുമ്പോഴേ ഈ വസ്തഗ്ഫിർഹു ഇന്നഹു, ഹു നീട്ടാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഒരു ആൾ ഓതുന്നത് ശരിക്കും വ്യക്തമായിട്ട് വസ്തഗ്ഫിർഹു ഇന്നഹു, വസ്തഗ്ഫിർഹു ഇന്നഹു, ഹു വേണ്ട. കുറേ നീട്ടുന്നില്ല എന്നല്ല ഉസ്താദേ, അല്ല, കുറച്ച് നീട്ടാൻ പാടില്ല. നമ്മുടെ ഖിറാഅത്ത് അങ്ങനെയാണ്, അങ്ങനെ നമുക്ക് ഓതാവൂ. വസ്തഗ്ഫിർഹു ഇന്നഹു. ഓക്കെ, ഇന്നഹു കാന നീട്ടണം. കാരണങ്ങളുണ്ടെന്നേ, കാരണം നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് ഓതേണ്ടത് എങ്ങനെയെന്ന് പറയാം. പിന്നെ വേറെ കാര്യം കൊണ്ടുണ്ട്, ഇവിടെ ഈ വസ്തഗ്ഫിർ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ നിർത്തുമ്പോൾ ആ റാഇന് ശേഷമുള്ള ഹാഇന് സുക്കൂൻ കൊടുത്തിട്ട് നിർത്തണം. അല്ലാതെ പലരും ആ ഹാഇനെ കളഞ്ഞ് വസ്തഗ്ഫിർ എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട്, ഒട്ടും ശരിയല്ല. അതുകൊണ്ട് വസ്തഗ്ഫിർഹു ഇന്നഹു വേണം, വസ്തഗ്ഫിർഹു ഇന്നഹു പറ്റില്ല. വസ്തഗ്ഫിർ നിർത്തിയാ പോരാ, വസ്തഗ്ഫിർ എന്ന് ഹാഇനും സുക്കൂൻ കൊടുത്തിട്ട് വേണം നിർത്താൻ. രണ്ടും സ്വീകരിക്കുക, പക്ഷെ രണ്ടും ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്.